ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. അപ്പോൾ ധാവണിയിലാണ്. ആദ്യം തന്നെ നമ്മൾ മോയ്സ്ചറൈസർ ആഡ് ചെയ്ത് കൊടുത്തു. കൈകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ ലാക്മേയുടെ ഒരു സൺസ്ക്രീനാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതും. എല്ലാം കൈകൊണ്ട് തന്നെയാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതും. പിന്നെ അടുത്തായിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്തത് ഒരു ലാക്മേയുടെ തന്നെ ഒരു CC ക്രീമാണ്. ആദ്യം ഞാൻ അതിനകത്ത് സംസാരിച്ചുകൊണ്ടാണ് ചെയ്തത്, പക്ഷെ അതിന് ക്ലാരിറ്റി കുറവായതുകൊണ്ടാണ് ഞാൻ പിന്നെ വീണ്ടും വോയിസ് ഓവർ കൊടുത്ത് ചെയ്യുന്നത്. അപ്പോൾ CC ക്രീം ഞാൻ മോയ്സ്ചറൈസറുമായിട്ട് മിക്സ് ചെയ്തിട്ടാണ് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തേക്കുന്നത്. അപ്പോൾ എനിക്ക് വലുതായിട്ട് മേക്കപ്പ് ചെയ്യാനൊന്നും അറിയത്തില്ല. അപ്പോൾ ഞാൻ തന്നെ കൈകൊണ്ട് തന്നെയാണല്ലോ ചെയ്യുന്നത്. പിന്നെ നമ്മളൊരു ഫൗണ്ടേഷൻ, ഒരു മാമാ-എർത്തിൻ്റെ ഒരു ഫൗണ്ടേഷൻ കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഡാർക്ക് സ്പോട്ട് ഉള്ളിടത്ത് മാത്രമായിട്ട് ഇതൊരു ബ്രൈറ്റ്നസ് തോന്നിക്കാൻ വേണ്ടി മാത്രം ഞാൻ പിന്നെ നമ്മൾ പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബേബി പൗഡറാണ് ഞാൻ ഇട്ടത്, കുഞ്ഞിൻ്റെ പൗഡറാണ് എടുത്തത്. അപ്പോൾ അത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ബ്ലൂ ഹെവൻ്റെ തന്നെ ഒരു ബ്ലഷ് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ബ്ലഷ് ഇട്ട് കൊടുക്കുന്നുണ്ട്. കവിളിലും മൂക്കിലും ഒക്കെ ആയിട്ട് കുറച്ച് ബ്ലഷ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുക്കുന്നു. ഇതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല, അപ്പോൾ ഒരു ലിപ്സ്റ്റിക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കൈകൊണ്ട് തന്നെയാണ് അതും അപ്ലൈ ചെയ്തത്. പിന്നെ കാജലിൻ്റെ ഐലൈനർ, ബ്ലൂ ഹെവൻ്റെ കാജൽ ഐലൈനർ ഞാൻ ജസ്റ്റ് എഴുതി കൊടുക്കുന്നത്. ഫോണിൽ കൂടെ എഴുതാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ അല്ലാതാണ് എഴുതിയത്. പിന്നെ അതുപോലെ തന്നെ ഡാസ്ലറിൻ്റെ ഒരു ഐലൈനർ എഴുതുന്നുണ്ട്. അതും ഇതുപോലെ ഫോണിൽ കൂടെ നോക്കി എഴുതാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് അത് മാറ്റിയിട്ട് എഴുതിയിട്ടാണ് ഞാൻ പിന്നെ കാണിക്കുന്നത്. പിന്നെ ഒരു പൊട്ട് ഇട്ടു, പിന്നെ സിന്ദൂരം വെച്ചു, പിന്നെ നമ്മളൊരു കമ്മലിട്ടു. പിന്നെ അടുത്തതായിട്ട് ജസ്റ്റ് ഇങ്ങനെ തട്ടിയൊക്കെ ഒന്ന് നോക്കി. പിന്നെ നമ്മൾ മുടി ചെയ്യാൻ പോകണം. അതിൻ്റെ ഇടയ്ക്ക് മാല ഇട്ടായിരുന്നു, അത് എടുക്കാൻ വിട്ടുപോയി. പിന്നെ ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്ഫിറ്റ്. എങ്ങനെയുണ്ടെന്ന് പറയണം. അപ്പോൾ ഇതാണ് ധാവണി, സെറ്റിൻ്റെ ധാവണിയാണ്. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. അപ്പോൾ എങ്ങനെയുണ്ട്? എല്ലാവർക്കും ഹാപ്പി ഓണം.